ജനങ്ങൾ ആശങ്കകളിലൂടെ രാവിലെ വിളിച്ചുകൊണ്ടാണല്ലോ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വിളിക്കണമെന്നാണ്. അതിലെന്താ തെറ്റുള്ളത്? നമ്മൾ ഇന്ന് വരെ ഇതിനൊന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർ ആലോചിച്ചിട്ട് പറയാന്ന് പറയുന്നത്. ഇന്നലെയും സമ്മതിച്ചില്ല, ഇന്നും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? അല്ല, അത് അതിലൊരു മറുപടി ഇട്ടട്ടെ. ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇല്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട്. അത് ഗുണകരമായൊരു കാര്യമല്ലേ? അങ്ങനെ സംസാരിക്കുന്ന ജനങ്ങൾക്കൊരു ഗുണകരമായ കാര്യമില്ല. അതിനൊക്കെ എന്തിനാ നമ്മളിങ്ങനെ? അതെ, അത് മനസ്സിലാവുന്നില്ല. കാരണം ഇതിപ്പോ എല്ലാവരും ഇരുന്നിട്ടല്ലേ, നമ്മൾ ഒറ്റക്കൊന്നല്ലേ വിളിക്കുക. അതും ആത്മവിശ്വാസം നൽകുന്ന വർത്താനല്ലേ നമ്മളും പറയൂ. വേറെ എന്തെങ്കിലും പറയൂ? സർക്കാർ ആരോഗ്യവകുപ്പും പറയുന്ന കാര്യങ്ങൾ കർശനമായി പാലിക്കണം, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഇത് പറയാനുള്ള ഒരു അവകാശം ഒരു സർക്കാർ കൺട്രോൾ റൂമിൽ അവിടെ ഇരുന്നു കൊണ്ട് പറയാൻ ഒരു MLA-ക്ക് അവകാശമില്ലേ? സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നമല്ലേ? എനിക്കറിയില്ല, അത് ഒരു ബന്ധപ്പെട്ട ആളുകൾ ചോദിക്കേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി പറയും. അതായത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യവകുപ്പിനോടൊപ്പം കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണമെന്ന് പറയാനാണല്ലോ ജനപ്രതിനിധികൾ തയ്യാറാവുന്നത്. അതിനാണല്ലോ വരുന്നത്. അത് ഒരു 2 ഫോൺ വിളിക്കുന്നത് കേട്ടുകൊണ്ട് MLA-ക്ക് അതിൽ അഭിപ്രായം പറയരുത് എന്ന് നിലപാട് മുകളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഞാനതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് ഇതിലൊരു മറുപടി കിട്ടണം. അല്ല അതൊന്നും എനിക്ക് വേണ്ട. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ കാര്യം ഞാൻ പറഞ്ഞത്. പേഷ്യന്റിനൊന്നും വിളിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ ചെയ്തത് തെറ്റാണോ? കണ്ടെയ്ൻമെന്റ് സോണിലിരുന്ന് ആളുകളെ വിളിച്ച് സംസാരിച്ച് ആത്മവിശ്വാസം നൽകുന്ന തെറ്റാണോ അവിടുത്തെ നാട്ടിലെ ജനങ്ങളെ? അല്ല, കണ്ടെയ്ൻമെന്റ് സോൺ എന്നുള്ള പ്രഖ്യാപിക്കാത്തതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതാ പറഞ്ഞത്. അല്ല, ഞാനിപ്പോ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ കൺട്രോൾ റൂമിലെ നിങ്ങൾ ഈ രോഗം ഇതിന് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനത്തിൽ ഒരു MLA-ക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരാളെ പോലും വിളിക്കാൻ അപ്പൊ സാധാരണ കഴിഞ്ഞ തവണയൊക്കെ ചെയ്യാറുണ്ടല്ലോ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് ജനപ്രതിനിധി നോക്കാൻ ചെയ്യാറുണ്ടല്ലോ. അല്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് ഇരിക്കുകയല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. ഞാൻ 1 or 2 ആളെ വിളിച്ച് നിങ്ങൾക്ക് ധൈര്യത്തിൽ നിൽക്കണം, സർക്കാർ കൂടെയുണ്ട്, ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കണമെന്ന് പറയുന്നത് ഗുണമല്ലേ? ഈ സംവിധാനത്തിന് ഗുണമല്ലേ? അല്ല, തിരിച്ചല്ലല്ലോ പറയുന്നത്. ഇതെന്തിനാ മറച്ചു വെക്കുന്നത്? അല്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ.